നിറഞ്ഞ എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ആഹ്ലാദമുള്ള ഒരു ദിവസമാണ്, സന്തോഷത്തിന് ദിവസമാണിന്ന്. എന്തുകൊണ്ടെന്നാൽ സഭാമാതാവ് നമ്മളുടെയൊക്കെ ഇടയിൽ നിന്നും വിശുദ്ധയായി മാറിയ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാള് ആഘോഷിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 12:24 വചനത്തിൽ ഈശോ ഇപ്രകാരം പറയുകയാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. നമ്മൾ സ്വയം അഴുകാതെ ഇരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവാനുഗ്രഹം നമുക്കും ലഭിക്കാതെ ഇരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മ സഹനത്തിലൂടെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് തയ്യാറായിക്കൊണ്ട് ഓരോ ദിവസവും ഈശോയെ, അങ്ങെനിക്ക് ഒരു സഹനം തന്ന് ആ സഹനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ടുള്ള ആ വലിയ കൃപയേക്ക് എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള ആ വലിയ പ്രാർത്ഥനയോട് കൂടിയാണ് ഓരോ ദിവസത്തെയും അഭിമുഖീകരിച്ചത്. തൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്ന സഹനത്തെ സ്നേഹപൂർവ്വം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. എൻ്റെ ജീവിതത്തില്, എൻ്റെ വിശ്വാസത്തിന് ഏറ്റവും വലിയൊരു മാതൃകയാണ് വിശുദ്ധ അൽഫോൻസാമ്മ എന്ന്. എന്നെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന അവസ്ഥയൊക്കെ നമുക്കിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ നിർജീവമായ അവസ്ഥയൊക്കെ കഴുകിക്കളഞ്ഞ് അങ്ങേക്ക് വേണ്ടി ഒരു ഗോതമ്പ് മണി അഴുകുന്നത് പോലെ അങ്ങയിലേക്ക് ചേർന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് ജീവിക്കുവാനുള്ള കൃപയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് സഹനമെന്ന പുണ്യം ഏറ്റെടുത്തുകൊണ്ട് അങ്ങേക്ക് വേണ്ടി അഴുകി സ്വയം ഇല്ലാതെയായി തീർന്നുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയെ എന്നെ അനുഗ്രഹിക്കണമേ. ഒരു ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴുകി അത് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ കർത്താവേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ സ്വയം ചെറുതായിക്കൊണ്ട്, സ്വയം അഴുകി ഇല്ലാതായിക്കൊണ്ട് മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി മാറിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയേകി എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.